ഇസ്രായേലിലെ 1200ഓളം നിരപരാധികളെ കൂട്ടക്കൊല ചെയ്തും ആബാലവൃന്ദം ജനങ്ങളെ ബന്ദികളാക്കിയും സ്ത്രീകളെയും കുട്ടികളെയും അതിക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്ത അൽ അക്സ ഫ്ലഡ് എന്ന പേരിൽ ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിനെതിരെ 2023 ഒക്ടോബർ 7 നടത്തിയ ഭീകരാക്രമണം ജിഹാദിൻ്റെയും പ്രതിരോധത്തിൻ്റെയും മഹത്തായ മാർഗമാണെന്ന് പ്രഖ്യാപിച്ച് ഹമാസ് ആരാധകരായ കേരളത്തിലെ ഒരുപറ്റം രാജ്യവിരുദ്ധരുടെ ക്ഷണിക്കപ്പെട്ട അതിഥിയായി കേരളത്തിൽ ഓൺലൈനായി എത്തി ചിലരെ ആവേശത്തിലാഴ്ത്തിയ ഭീകര നേതാവ് ഖാലിദ് മാർഷൽ ജിഹാദിലൂടെ മാത്രമേ ഇസ്രായേലിനെ കൈവശപ്പെടുത്താൻ കഴിയുകയുള്ളൂ എന്നും ജിഹാദ് മാത്രമേ നമ്മുടെ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുകയുള്ളൂ എന്നും ഖാലിദ് വീഡിയോയിൽ വ്യക്തമാക്കുന്നു. പാലസ്തീനിലെ ജനങ്ങൾ ആയുധങ്ങൾ ഉപേക്ഷിക്കുകയില്ലെന്നും പടിഞ്ഞാറോ കിഴക്കോ ഉള്ള തലസ്ഥാനങ്ങളിലല്ല ഗാസയുടെ ഭാവി തീരുമാനിക്കുന്നത്, മറിച്ച് ജനങ്ങളുടെ അവകാശങ്ങൾ യുദ്ധക്കളത്തിലാണ് നിശ്ചയിക്കപ്പെടുക എന്ന പ്രഖ്യാപനവുമായി ഖാലിദ് മാർഷൽ എന്ന ഹമാസ് ഭീകര നേതാവ് ഇപ്പോൾ ആഗോള ഇസ്ലാമിക തീവ്രവാദികൾക്ക് പുത്തൻ ആവേശമുണ്ടാക്കിക്കൊണ്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. 6 أكتوبر ما استعادوا سيناء وبدون 7 أكتوبر لن نستعيد فلسطين. طريق الجهاد والمقاومة هو الذي يستعيد الأوطان. ഹമാസ് എന്ന ഭീകര സംഘടനയുടെ നേതാക്കന്മാരെല്ലാം ഖത്തറിന്റെ സുരക്ഷയിലിരുന്ന തീവ്രവാദത്തിന് നേതൃത്വം കൊടുത്തവരാണ്. എന്നാൽ സയനിസ്റ്റ് ആക്ഷൻ ത്രില്ലറിന്റെ മാസ്മരികത എന്തെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് വിവിധ ഘട്ടങ്ങളിലായി ഓരോരുത്തരെയായി ഇസ്രായേൽ തീർത്തു കളഞ്ഞു. ഹമാസിന്റെ നേതൃപരമ്പരയിൽ ഇനി അവശേഷിക്കുന്ന ഏക ഭീകര നേതാവ് ഖാലിദ് മാർഷൽ എന്നയാൾ മാത്രമാണ്. ഇദ്ദേഹമാണ് കേരളത്തിലെ ഹമാസ് ആരാധകരെ മലപ്പുറത്ത് കോൾമേർ കൊള്ളിച്ചത്. അതിനു പിന്നാലെ ഖത്തറിലെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മുങ്ങിയ മാർഷലിനെ കുറിച്ച് കാര്യമായ വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. യഹിയ സിൻവർ അടക്കമുള്ള മൂത്ത ഹമാസന്മാർ ഇരുന്ന ഇരിപ്പിൽ ഇസ്രായേൽ തീർക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടിട്ടും വായ് തുറക്കാതെ പേടിച്ച് ഒളിച്ചിരുന്ന ഭീകരനാണ് ഇപ്പോൾ അഖില ലോക ഇസ്ലാമിക തീവ്രവാദികളെ മുഴുവൻ ജിഹാദ് കലാപത്തിലേക്ക് തള്ളിവിടുന്ന തരത്തിൽ അഭിസംബോധന ചെയ്ത് രംഗത്തെത്തിയിരിക്കുന്നത്. ആസന്നമായിരിക്കുന്ന അപകടം ഇനി ഗാസയിലും വെസ്റ്റ് ബാങ്കിലും മാത്രമായി ഒതുങ്ങുകയില്ലെന്നും ഈജിപ്തും ജോർദാനും സൗദി അറേബ്യയുമെല്ലാം അപകടത്തിലാണെന്നും എല്ലാറ്റിലും ഉപരിയായി ഈ മേഖലയിലോ ലോകത്തിലെയോ ചില നേതാക്കൾ പലസ്തീനികളെ ഈ രാജ്യങ്ങളിലേക്ക് നാടുകടത്തുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്നും പലസ്തീനിലെ ജനങ്ങളുടെ മേൽ ഒരു രാഷ്ട്രീയ ഭരണവും അടിച്ചേൽപ്പിക്കില്ലെന്നും ജനങ്ങളുടെ അവകാശങ്ങൾ യുദ്ധക്കളത്തിൽ കെട്ടിപ്പടുക്കുമെന്നുമൊക്കെ പറഞ്ഞ ഒക്ടോബർ 7 എന്ന ദിവസത്തെ അമിതമായി പുകഴ്ത്തിക്കൊണ്ടായിരുന്നു മാർഷലിൻ്റെ പ്രസംഗം. ഹമാസിൻ്റെ ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോയിലാണ് ഒരു പരിപാടിയിൽ നിന്നുകൊണ്ട് ഇല്ലാത്ത മാതൃരാജ്യം തിരിച്ചു പിടിക്കുമെന്നും പാലസ്തീൻ തടവുകാരെ മുഴുവൻ മോചിപ്പിക്കുമെന്നുമൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മാർഷലിൻ്റെ പ്രഖ്യാപനങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. പാലസ്തീൻ പുനരുദ്ധാരണത്തിനായി ലോകത്തിലെ സന്മനസ്സുള്ള രാജ്യങ്ങൾ കൈയയച്ചു കൊടുത്ത സാമ്പത്തിക പാക്കേജുകളുടെ ഗുണഭോക്താവെന്ന നിലയിൽ ശതകോടികളുടെ ആസ്തിയുള്ള മാർഷൽ മറ്റൊരു രാജ്യത്തിൻ്റെ സുരക്ഷയിലും ശീതളമയിലും ഇരുന്നുകൊണ്ട് നടത്തുന്ന പ്രഖ്യാപനങ്ങൾ ഗാസയുടെ ചുട്ടുപൊള്ളുന്ന പ്രതലത്തിൽ തോക്കേന്തി നിൽക്കുന്ന ഹമാസ് ഭീകരന്മാർക്ക് പഴയതുപോലെ വലിയ ആവേശമൊന്നും ഉണ്ടാക്കുന്നില്ല. പണ്ട് ഇസ്രായേലിൻ്റെ ആക്രമണത്തെ മാത്രം അവർക്ക് ഭയന്നാൽ മതിയായിരുന്നു. എന്നാൽ ഇപ്പോൾ തലയ്ക്ക് മുകളിൽ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും യുദ്ധവിമാനങ്ങൾ ഇരമ്പി പറക്കുമ്പോൾ മാർഷലിൻ്റെ വീര്യസ്വം കേട്ട് ഇളകാൻ ഹമാസിന് കഴിയുന്നില്ല. ഇസ്രായേൽ ബന്ദികളെ പൂർണ്ണമായും വിട്ടുകൊടുക്കണമെന്നും ഇല്ലെങ്കിൽ ഗാസയിലെ എല്ലാ നരകങ്ങളും ഒന്നിച്ച് കത്തുമെന്നും പലതവണ ഡൊണാൾഡ് ട്രംപ് ഹമാസിന് മുന്നറിയിപ്പ് കൊടുത്തതാണ്. എന്നാൽ തലയ്ക്കകത്ത് തീവ്രവാദം മാത്രം ബാധിച്ചവന് ഗുണദോഷം എന്ത്, ശാസന എന്ത്? ഇപ്പോൾ ട്രംപും നെതന്യാഹുവും ഗാസയെ കത്തിച്ച് ചാമ്പലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ യുദ്ധക്കളത്തിൽ ഗാസക്കാരുടെ അവകാശങ്ങൾ കെട്ടിപ്പടുക്കുമെന്ന അജ്ഞാത കേന്ദ്രത്തിൽ ഉണ്ടുറങ്ങുന്നവൻ നടത്തുന്നത് പോലെയുള്ള അബദ്ധജടിലമായ വീരസ്യങ്ങൾ വേറെ ഉണ്ടാവില്ല. ഏതായാലും ഹിംസയിലൂടെ ലക്ഷ്യം നേടിയെടുക്കാനുള്ള ആഹ്വാനവുമായി രംഗത്തിറങ്ങിയിരിക്കുന്ന ഭീകരൻ്റെ വാക്കുകൾ ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജാഥകളും പ്രക്ഷോഭങ്ങളും ഉണ്ടാക്കിയ കപട സമാധാനപ്രിയന്മാരുടെ തനിനിറം കൂടി വെളിപ്പെടുത്തുകയാണ്. ഇതോടെ ഗാസയിലെ സാധാരണക്കാരുടെ കഷ്ടകാലം ഇനിയും തീർന്നിട്ടില്ല. അവർ ഇനിയും ഒരുപാട് അനുഭവിക്കാൻ കിടക്കുന്നു എന്ന യാഥാർത്ഥ്യം വീണ്ടും അടിവരയിടപ്പെടുകയാണ്.